മിസ്റ്റർ ഗെയിം ഫർദീൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് നമ്മുടെ ടാസ്കിൻ്റെ അപ്ഡേഷനുമായിട്ടാണ്. നമ്മൾ മൊത്തം 10 ടാസ്ക് നമ്മുടെ RGS മോഡ് പ്ലഗിൻ ആപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 6 എണ്ണം നമ്മൾ കളിച്ചു. ഇനി 4 എണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പാർട്ട് 7 വീഡിയോ ആണ് ചെയ്യുന്നത്. 7ാമത്തെ ടാസ്ക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് പ്ലഗിൻ ആപ്പിലോട്ട് പോകാം. അതിന് ഡ്രസ്സൊന്ന് മാറാം. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ പ്ലഗിൻ ആപ്പിലോട്ട് പോകാം. നമ്മൾ ആപ്പിൽ കയറി നമ്മളെ പ്ലഗിൻ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. RGS മോഡ് എടുക്കുക. നമ്മൾ ഈ മുകളിൽ കാണുന്ന ഇത്രയും ടാസ്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ മാഫിയ ഗെയിമർ എന്ന ഗെയിമിങ് ആണ്. ദ മാഫിയ ഗെയിമറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കോപ്പി ചെയ്യുക. നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് തിരിച്ചു പോകാം. ഓക്കെ, നമ്മുടെ ഗെയിമിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇൻ്റർനെറ്റ് എടുക്കാം, പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മളങ്ങനെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫയൽ ലോഡായിട്ടുണ്ട്. ഇത് നമുക്ക് റീപ്ലേ അടിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഗെയിം കിട്ടത്തുള്ളൂ. ഓക്കെ, നമ്മൾ റീപ്ലേ അടിക്കുക. നമ്മൾ നേരെ എത്തുന്നത് ഗെയിം കളിക്കുന്നിടത്തോട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഗെയിം ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ടാസ്ക് നേടാം. നമുക്ക് ഇവിടെ വെഹിക്കിളായിട്ട് വന്നിരിക്കുന്നത് ബൈക്കാണ്. KTM RC. ഓക്കെ, നമുക്കത് ടാസ്ക് തുടങ്ങാം. അതിന് മുമ്പ് നമ്മൾ ഇട്ടിരുന്ന ഡ്രസ്സൊന്നും ഇട്ടേക്കാം. വണ്ടിയുടെ കളറൊന്ന് മാറ്റാം, നമുക്ക് ബ്ലാക്ക് ആക്കാം. ഓക്കെ, ഫുൾ ബ്ലാക്ക് ആക്കിയിട്ട് നമ്മുടെ KTM RC. നമ്മൾ ബൈക്കിൻ്റെ കോമ്പിനേഷനിലാണ് ഡ്രസ്സ് ഇട്ടേക്കുന്നത്. ബ്ലാക്ക് തന്നെയാണ്. നമുക്ക് വണ്ടി കയറി ടാസ്ക് തുടങ്ങാം. ഫസ്റ്റ് തന്നെ ഒരു റാമ്പാണ്. ഇവിടെ ചെറിയൊരു സ്ഥലം എടുക്കുക, സൂക്ഷിക്കുക. നമുക്കിത് ചോദിക്കാൻ ഒക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. അവിടെ കയറിയിട്ട് അപ്പുറത്തോട്ട് ഇവിടെ ജെറ്റ് പാക്ക് എടുത്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ വണ്ടി ഇവിടെ നിർത്താം. നമുക്ക് വണ്ടി നിന്ന് ഇറങ്ങാം. നമ്മൾ തൽക്കാലം ജെറ്റ് പാക്ക് എടുത്ത് അപ്പുറത്തോട്ടും അല്ല, നമുക്ക് പോകാൻ ഒക്കുന്നില്ല. ടൈമിങ് ഈ സാധനത്തിന് കിട്ടുന്നില്ല. ഓക്കെ, നമ്മൾ ജെറ്റ് പാക്ക് എത്തിയിട്ടുണ്ട്. 320 ചീറ്റ് കോഡ്. നമുക്ക് ജെറ്റ് പാക്ക് എടുത്തിട്ട് ഇപ്പോൾ സൈഡിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമുക്കിനി വണ്ടി ഇറങ്ങാം. പക്ഷേ ഇനി നമ്മൾ ഈ ടാസ്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ റോക്കിബായുടെ വണ്ടിയാണ്. ചീറ്റ് കോഡ് 1 അത് വെറുതെ നിങ്ങൾ ചീറ്റ് കോഡ് ചേർത്താൽ കിട്ടത്തില്ല. അത് കോപ്പി ചെയ്ത് നമ്മുടെ ഫയൽ ലോഡാക്കി ഈ സ്റ്റണ്ട് എടുക്കുന്ന പോലെ തന്നെ എടുക്കണം. അതെങ്ങനെയാണെന്നുള്ള ഫുൾ വീഡിയോ നമ്മുടെ ചാനൽ ഇട്ടേക്കൊണ്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിന് 5000 സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഗീവ് അവേ നടത്തുന്ന കാര്യം ഉറപ്പാണ്. നമ്മളിനി വേസ്റ്റ് ബിന്നിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകേണ്ടി വരും. ഗൈസ്, നമുക്കിതിലെ കൂടെ വണ്ടി ഓടിച്ച് പോകാനുള്ള ഗൈസ്, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മളെ വേസ്റ്റ് ബിന്നിന് അതിലെ കൂടെ നടന്നാണ് വരേണ്ടത്. ഒരിക്കലും വണ്ടി എടുത്തുകൊണ്ട് വരരുത്. ഞാനും ആ കാര്യം വിട്ടുപോയി. നമ്മൾ വീണ്ടും റോക്കിബായുടെ വണ്ടി എടുക്കാം. ചീറ്റ് കോഡ് 1. ഓക്കെ, നിങ്ങൾ സൂക്ഷിക്കുക, അതിലെ കൂടെ വണ്ടി ഓടിച്ച് വരാനല്ല. ഓക്കെ, നമുക്കവിടെ ഇവിടെ ഒരു ബുഷ് പോലെ നമുക്കൊരു ഫ്ലോട്ട് അവർ ഇതിനെക്കൊണ്ട്
പ്ലാറ്റ്ഫോമിലൂടെ സൂക്ഷിച്ച് ഇവിടെ ഇടുങ്ങിയൊരു സ്ഥലമാണ്. പതുക്കനെ ബാക്കി രക്ഷപ്പെട്ട് നമ്മളെ റാമ്പുണ്ട്. ഇവിടെ കയറിയൊരു സമാധാനമുണ്ട്. നമ്മുടെ ഗാർബേജ് ബോക്സും കൊണ്ടുവിട്ട് പ്ലാറ്റ്ഫോം വരെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു സ്ഥലം. ഓക്കെ, നമ്മുടെ എയർപോർട്ടിനാണെങ്കിൽ എയർമോസിൻ്റെ ഉണ്ടെങ്കിലാണ് ഇപ്പോൾ നമ്മൾ ഈ ടാസ്ക് സജ്ജീകരിച്ചേക്ക് നമ്മുടെ എയർപോർട്ടിലാണ്. 2 റാമ്പുണ്ട്. ഓക്കെ, അത് നമുക്ക് കയറാനുള്ള സമയമാണ്. നമ്മളിവിടെ കയറിയിരിക്കുന്നത് വൈസ് നമുക്ക് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര പാടാണ്. നമ്മൾ പകുതിക്കിട്ട് തറ വീണു, ഡെഡായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.